ജോർജ് കള്ളിവയൽ ഇന്നിപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പറയുന്നത് ക്രൈസ്തവരെ കെണിയിലാക്കാൻ നടക്കുന്ന സുരേഷ് ഗോപിമാരോട്, കെ സുരേന്ദ്രന്മാരോട്, രാജീവ് ചന്ദ്രശേഖരന്മാരോട്, സംഘപരിവാറിനോട് ചാനലിന് മുന്നിലുള്ള അഭിനയച്ചിരിയല്ല, വേട്ടയാടലിൻ്റെ വംശീയ വിദ്വേഷത്തിൻ്റെ യഥാർത്ഥ മുഖം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദീപിക മുഖപ്രസംഗം. നോക്കൂ, ഇതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? മണിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള വംശീയ വിദ്വേഷം അതിന് മറുപടി വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണോ? വേണ്ട. അതായത് ബി.ജെ.പിയും സംഘപരിവാറും ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളുടെ സ്വഭാവത്തിലാണ് ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നത് എന്നതിൽ ബി.ജെ.പിക്കും ക്രൈസ്തവ സമൂഹത്തിനും സംശയമില്ല. അത് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴും നേതാക്കൾ വരുമ്പോൾ അവർ കൊണ്ട് മാന്യമായി സ്വീകരിക്കുന്നു എന്നല്ലാതെ ഇക്കാര്യത്തിലും നിലപാട് ഒരു തവണ പോലും മാറ്റിയതായി എനിക്കറിയില്ല. അത് ഞാൻ പലപ്പോഴും നികേഷിനോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പോലും ഈസ്റ്ററിന് പകുതിയിലേറെ ക്രൈസ്തവരുള്ള മണിപ്പൂരിൽ ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് പ്രത്യേക ഉത്തരവ് നടക്കുകയാണ്. അത് അവിടെ കലാപം പോലും 11 മാസമായി അടിച്ചമർത്താത്ത സർക്കാരാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ക്രൈസ്തവരെയും ക്രൈസ്തവ ദേവാലയങ്ങളെയും വളരെ മൃഗീയമായി ക്രൂരമായി തീയിട്ട് ഒന്നൊടുക്കിയിട്ട് അതിനുപോലും പരിഹാരം ഉണ്ടാക്കാതെ വീണ്ടും ക്രൈസ്തവ വേട്ടകൾ. നമുക്കറിയാം, നമ്മുടെ കാരിത്താസിനെതിരെ വരെ അവരുടെ സംഘപരിവാർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇത് മധ്യപ്രദേശിലും ഡൽഹിയിലായാലും ഗുജറാത്തിലും യു.പിയിലായാലും ഒക്കെ ക്രൈസ്തവർക്കെതിരെ കൃത്യമായ വേട്ട നടക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള കഴിവും ശേഷിയും ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അവര് അക്കാര്യത്തില് മറയില്ലാതെ സത്യസന്ധമായ തന്റെ ഇടവും ധൈര്യവുമുള്ള ഒരു സമൂഹം. അത് ഒരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയുക. അതുകൊണ്ട് ബി.ജെ.പിയും സംഘപരിവാറും നടത്തുന്ന ഈ താൽക്കാലിക സ്നേഹപ്രകടനങ്ങൾ അത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറത്തെത്തുമ്പോൾ വീണ്ടും ക്രൈസ്തവ വേട്ടയാണ് നടക്കുന്നത്, ന്യൂനപക്ഷ വേട്ടയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയും ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരെയും കൃത്യമായി ചാർജ് കിട്ടിയതുകൊണ്ട് ഒരു 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 ഗവൺമെന്റ്, അവരുടെ ഗവൺമെന്റുകൾ ബി.ജെ.പി യു.പിയിലായാലും മധ്യപ്രദേശിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും ഇത് കൃത്യമായി കാണാൻ കഴിയും. ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നേരത്തെ ക്രൈസ്തവ സമൂഹത്തോട് ഒരു മാന്യമായ സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ പോലും അത് മാറി വരുന്നു എന്ന് തിരിച്ചറിയുകയാണ്. അത് ഗോവയിലും ഇത്തവണ അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും. ഏതായാലും ഈ കേരളത്തിലെ ലത്തീൻ സമുദായമായാലും സീറോ മലബാർ സഭയായാലും സീറോ മലങ്കര സഭയായാലും മറ്റ് ക്രൈസ്തവ സമൂഹങ്ങൾ, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമാ സമൂഹങ്ങളായാലും അവർക്കെല്ലാം ഈ തിരിച്ചറിവുണ്ട്. ഇത് തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. പ്രധാനപ്പെട്ട കാര്യം, ചില സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. സുരേഷ് ഗോപിമാരോട്, കെ സുരേന്ദ്രന്മാരോട്, രാജീവ് ചന്ദ്രശേഖരന്മാരോട് എന്ന് വെച്ചാൽ ബി.ജെ.പി ഒരുപക്ഷെ 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ സാധ്യതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ ക്രൈസ്തവ സഭകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാവുന്നതുപോലെ രാജീവ് ചന്ദ്രശേഖർ, ജോർജ് കള്ളിവയലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി രാജ്യസഭയിൽ എത്തിയത് അവിടുത്തെ എം.എൽ.എമാരെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. പിന്നീടാണ് അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുന്നത്. പിന്നീടാണ് അദ്ദേഹം ബി.ജെ.പിയുടെ മന്ത്രിയാകുന്നത്. നിലവിൽ ലത്തീൻ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടയിലാണ് രാജീവ് ചന്ദ്രശേഖരന്മാരോട് എന്ന പേരെടുത്ത് തന്നെ പറയുന്നത്.